വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്ററും ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇൻഡിപെൻഡൻറ്റ് ഹൗസ് നോക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് കൂടിയാണ് ഈ ഒരു വീട്. 4 സെൻറ്റ് 400 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് വന്നിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി ടെക്സ്ചർ വർക്കും അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ലൂവേർഡ് പാനലിംഗ് ഡിസൈനും കൂടാതെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 5 മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിവേഷന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും 2-way ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിൻ്റെ പില്ലറിൽ ഇനി ഷോ ലൈറ്റ്സ് വരാനായിട്ടുണ്ട്. 7 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായിട്ടുമുള്ള ഈ ഒരു വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 അടി നീളവും 9.5 അടിയോളം വീതിയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 8 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തെ വാളെല്ലാം കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകളും വലുപ്പമുള്ള പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും ക്ലാഡിംഗ് ടൈലും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. പുറകിലായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെയും വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ചുറ്റും നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് സ്പേസിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ ആണ്. നമുക്ക് ഈ ഒരു സ്പേസ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കാവുന്നതാണ്. ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് ജാളി വർക്കാണ്. കൂടാതെ സീലിംഗിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് കിണറും നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയ ഫുള്ളി കവർ ചെയ്തെടുത്ത് വളരെ ഭംഗിയായിട്ട് കബോർഡ് വർക്കുകളും വലുപ്പമുള്ള സിങ്കും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് വർക്ക് കൂടി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഉണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 7 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ട് വുഡൻ ഹാൻഡിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 12.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബ് വർക്കും വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. വലുപ്പമുള്ള L ഷേപ്പ് കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്.
പാനലിംഗ് ഒക്കെ ചെയ്ത് ഇവിടെയും സിൽവർ കളർ സ്ട്രിപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇരുഭാഗങ്ങളിലായിട്ട് ലൂവേർഡ് ഡിസൈനുള്ള പാനലിങ്ങും അതുപോലെ തന്നെ ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ മുകളിലായിട്ട് ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് വലുപ്പമുള്ള ഒരു UPVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോറ് തുറന്നിറങ്ങുമ്പോഴാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും അതുപോലെ തന്നെ വുഡൻ ബീഡിങ്ങും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരു കൗണ്ടർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തൊരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. മുകളിലായിട്ടും മനോഹരമായി പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത ഡിസൈനാണ് വരുന്നത്. ആ ഒരു പാനലിംഗ് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 9.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് വന്നിരിക്കുന്നത് നാനോ ഗ്രാനൈറ്റ് ആണ്. അത്യാവശ്യം പവർ പോയിന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പിനുള്ള പ്രൊവിഷനും വരുന്നുണ്ട്. കുറച്ച് വർക്കുകളോട് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈസ്റ്റിലെ വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഒരു ബാത്റൂമിന് വെറ്റേറിയൻ ഡ്രൈ ഏരിയയിലും ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് വരാൻ പോകുന്നത്. ഈ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകി. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സും ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വോളിലായിട്ട് ഒരു 2-way ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളോ ആയി യൂസ് ചെയ്യാവുന്ന ടേബിളും കൂടാതെ മുകളിലായിട്ടൊരു ബുക്ക് ഷെൽഫും സ്റ്റോറേജും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും വുഡൻ ബീഡിങ്ങും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇതിനോട് ചേർന്നിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള പാസേജ് വരുന്നത്. എൻഡിലായിട്ട് കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ള 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വിൻഡോ ഇരുവശങ്ങളായിട്ട് വിൻഡോയും മിഡിൽ പോർഷനായിട്ട് ഒരു ഡോറുമാണ് വരുന്നത്. ഈ ഡോറ് തുറന്ന് ചെറിയൊരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഈസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ്ങും LED ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് വെറ്റേരിയൻ ഡ്രൈയർ തമ്മിൽ ചെറിയൊരു സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. വർക്കിന് ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിങ് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വെറ്റേരിയൻ ഡ്രൈനിയും തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ ഉണ്ട്. ഇനിയും കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് വർക്ക്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 9.5 അടിയിലേറെ നീളവും 9.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വന്നിരിക്കുന്നത്. പുള്ളി കവർ ചെയ്തെടുത്താൽ നമുക്കിതൊരു സ്റ്റഡി സ്പേസോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. 16 അടിയോളം നീളവും 7 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള 2 വാൾ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 150 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 4.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.2 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5.8 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 3.5 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് 400 ലിക്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഫീ ഇല്ലാതെ നിങ്ങൾക്ക് വീടുകൾ സ്വന്തമാക്കാനും ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.